എറണാകുളം മഞ്ഞുമലയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. ഗുരുതരമായി പരിക്കേറ്റ സഫീന ആശുപത്രിയിൽ. ആക്രമണത്തിന് പിന്നാലെ കഴുത്തറത്തു മരിക്കാൻ ശ്രമിച്ച ഹാരിസ് ആശുപത്രിയിലാണ്. കഷ്ണം എന്താ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാ കുത്തിയേ? അയാൾ ഹാരിസാണ് കുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്താണ് അങ്ങനെ, അത് ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഹാരിസ് എന്താ ചെയ്തേ? അപ്പോൾ ചോദിച്ചു തനിക്കെന്ത് കാര്യം? ഞാൻ ക്യാൻസർ പേഷ്യൻ്റാണ്, എനിക്കറിയാമോ, ഞങ്ങളുടെ വീട്ടിൽ പലതും നടക്കും, തനിക്കെന്ത് ഇടപെടേണ്ട? ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ഇത് പോലീസ് കേസാക്കേണ്ടതാണ്, നമുക്ക് ഇടപെടാൻ പറ്റുന്ന കേസല്ലത്. ഇതിനു മുമ്പ് ഉള്ളതിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ ഇതിനകത്ത് നമുക്ക് പറ്റില്ല, ഞങ്ങൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോലീസിനെ വിളിക്കാനുള്ള അപ്പോൾ എൻ്റെ വീട്ടിൽ ഒന്ന് 2-3 ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മോള് വേഗം തന്നെ പോലീസിന് ഫോൺ ചെയ്തു, പിന്നെ ആംബുലൻസിനെ വിളിച്ചു. ഇത് കണ്ടതോടുകൂടി ഈ ചങ്ങാതി പിന്നെ ആ കാർപോർട്ടിൽ നിന്നുകൊണ്ട്, അപ്പോൾ എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്നുകൊണ്ടാണ് ഈ ഞങ്ങൾ സംസാരിക്കുന്നത്. അവിടെ നിന്ന് പോകുന്നത്, ഇപ്പോൾ ഞാൻ പോലീസ് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നല്ല, ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞപ്പോൾ ഇവനെ കാർപോർട്ടിൽ നിന്നുകൊണ്ട് ബ്ലേഡ് എന്തുകൊണ്ടോ കഴുത്തറുത്തെന്നാണ് പറയണത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഈ സഫീന എന്നോട് പറഞ്ഞു എനിക്ക് കണ്ടുകൂടാ, അത്രയും പെട്ടെന്ന് കാണാൻ പറ്റില്ല. അവൾ പറഞ്ഞു സംഭവം ഞാൻ കടയിൽ നിന്ന് വരുമ്പോഴാണ് ഒരു പുള്ളി ഇവിടെ ചോരയെ കുളിച്ച് കിടക്കണത്. അപ്പോൾ 1-2 പേര് ഇവിടെ നിൽക്കണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ആക്സിഡൻ്റ് ആണെന്ന് ചോദിച്ചാൽ എടുത്തുകൊണ്ട് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആക്സിഡൻ്റ് അല്ല, കഴുത്ത് സ്വന്തമായിട്ട് മുറിച്ച് കിടക്കണേന്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ 2 പേരിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുകയും ഏലൂർ സ്റ്റേഷനിൽ നിന്ന് ആംബുലൻസ് അടക്കം വന്ന് പുള്ളീനെ കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ പുറകെ പുള്ളിയുടെ ഭാര്യേനെ പുള്ളി കത്തതേക്ക് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടായി ചെറുതായിട്ട്. അവരെ മഞ്ഞുമ ഹോസ്പിറ്റലിൽ വേറൊരു ആംബുലൻസിൽ എത്തിക്കുകയും ചെയ്തു. ഇതാണ് സഹിൻ ആന്റണിയുണ്ട്. സഹിൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് അയൽവാസികൾ പറയുന്നത്? ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? വിശദാംശങ്ങൾ. ഇന്ന് അല്പം നേരം മുൻപാണ്, ഏറെക്കുറെ 1 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. മഞ്ഞുമ്മൽ പള്ളിക്ക് സമീപമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ഹാരിസ് എന്ന് പറയുന്ന ഒരാൾ, അവർ കഴിഞ്ഞ ഏതാനും നാളുകളായി അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഹാരിസ് ഭാര്യ ഫസീനയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്, കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് എത്തുകയും അവിടെ വെച്ച് കഴുത്ത് സ്വയം മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയുമായിരുന്നു. ഏതായാലും നാട്ടുകാർ കണ്ടതോടുകൂടി ഇയാളെ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചു. തൊട്ട് പിന്നാലെ ഇയാളുടെ ഭാര്യയെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമികമായി പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരും അപകടനില തരണം ചെയ്തു എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട്. അതാണ് ഭാര്യയെ ഭർത്താവ് കുത്തിപ്പരിക്ക് ഏൽപ്പിച്ചതിന് ശേഷം സ്വയം കഴുത്ത് മുറിക്കുകയായിരുന്നു. ഇരുവരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതകത്തിന് പിന്നാലെയായിരുന്നു ആത്മഹത്യാശ്രമം. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.